കഴിഞ്ഞ ആഴ്ചകളിൽ കേരളം കണ്ട കൊലപാതകങ്ങൾ ഒന്നിനൊന്ന് പൈശാചികവും അതിദാരുണവുമായ കൊലപാതകങ്ങളായിരുന്നു. ഋതു എന്ന യുവാവ് സ്വന്തം അയൽവാസികളെ ഇരുമ്പുപടി കൊണ്ട് അടിച്ചു കൊന്നു. ഈ ഋതുവിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ അയൽവാസികൾ കേസ് കൊടുത്തിരുന്നു. അതിന്റെ പേരിൽ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു 4 പേരെയും ഇരുമ്പുപടി കൊണ്ട് അടിച്ചത്. 3 പേരും സംഭവ സ്ഥലത്ത് മരണപ്പെട്ടു. ഒരാൾ ഹോസ്പിറ്റലിൽ സീരിയസിലായി കിടക്കുന്നു. പോലീസ് മൊഴിയെടുത്തപ്പോൾ ഋതു പറഞ്ഞത്, മരിക്കാത്ത അവനെ കുറിച്ച് എനിക്ക് സങ്കടമുണ്ട്, മരിക്കാത്തതിന്റെ പേരിൽ ദുഃഖമുണ്ട് എന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൊന്നതിൽ ഒരു ദുഃഖവുമില്ല എന്നുള്ള പ്രത്യേക മൊഴിയും ഋതു രേഖപ്പെടുത്തി. അങ്ങനെ ആഷിഖ് എന്ന യുവാവ് സ്വന്തം പെറ്റുമ്മയെ അടിച്ചു കൊന്നു. അവനും ലഹരിക്കടിമപ്പെട്ട മാരകമായ MDMA പോലുള്ള ലഹരിക്കടിമപ്പെട്ട വ്യക്തിയാണ്. പിന്നെ ഒരൊറ്റ മകനാണ് ആഷിഖ്. അവനെ നന്നായി പഠിപ്പിച്ചു, ഡിഗ്രി വരെ പഠിപ്പിച്ചു, ബാംഗ്ലൂരിലേക്ക് അയച്ച് പഠിപ്പിച്ചു. അവിടെ ചീത്തയായ സൗഹൃദ വലയങ്ങളിൽ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനായി ഈ ആഷിഖ് മാറി. വീട്ടിൽ വന്നാൽ ഉമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു സ്ഥിരം. അത് കാരണം നാട്ടുകാരൊക്കെ അയൽവാസികളൊക്കെ ഇവനെ പിടിച്ച് കെട്ടിയിരുന്നു. ഭയങ്കര ഒരു പ്രകൃതിക്കാരൻ. മുസാഫിനെ, നമ്മുടെ ഖുർആനിനെ കത്തിക്കുന്ന സിഗരറ്റ് കൊണ്ട് കത്തിക്കുന്ന സ്വഭാവമായിരുന്നു ആഷിഖിന്. അങ്ങനെ ഈ ആഷിഖ് സ്വന്തം ഉമ്മയെ അടിച്ചു കൊന്നു. ഇൻസ്റ്റാഗ്രാമിൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ആതിര എന്ന ഭർത്തമതിയെ ജോൺസൺ ഔസഫ് എന്നവൻ അറുത്തുകൊന്നു. ഇവനും സൈക്കോയായിരുന്നു, മാരകമായ ലഹരിവസ്തുക്കൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്. ഈ ആതിരയുടെ ഭർത്താവ് സ്ഥിരം മൊബൈൽ ഉപയോഗം കൂടിയതിന്റെ പേരിൽ ഈ ആതിരയുമായി വഴക്കിടുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. എല്ലാത്തിനും പിറകിൽ നമ്മളുടെ മൊബൈൽ ഉപയോഗവും കൂടുതലായുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ മൊബൈൽ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ ഇവർ വലുതാകുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികൾ, ന്യൂജൻ കുട്ടികൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ വയലന്റ് ആകുകയും കയർത്ത് സംസാരിക്കുകയും വലിയവരെന്നോ അവർ നോക്കാതെ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്ന യുവതീവാക്കളായി മാറിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം കൂടുതലായി നമ്മുടെ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മൊബൈലിലുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ളവർ പല ആവശ്യങ്ങൾക്കായി ഈ ലഹരി മാഫിയകൾ തന്നെ സൗഹൃദ വലയം സ്ഥാപിക്കുന്നു. പെൺകുട്ടികളോടും ചെറിയ മക്കളോടും അവർ റിലേഷൻ സ്ഥാപിച്ചുകൊണ്ട് അവരെ ഇതിനെ വിൽക്കുന്നവരാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ചുറ്റുവട്ടം ഈ ലഹരി മാഫിയ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് പല കേസുകളിലും അറസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നെയും ചെറിയ സമയങ്ങളിൽ വൻ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാഫിയകൾ അവർ തുന്നി ശ്രമിക്കുന്നു. അവരെ തുരുത്തിയില്ലെങ്കിൽ വൻ അപകടങ്ങളാണ് നമ്മുടെ നാട്ടുകളിൽ നടക്കാൻ പോകുന്നത്. നമ്മൾ കണ്ട കൊലപാതകങ്ങൾ നമ്മുടെ നാടുകൾ നടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള MDMA എന്നുള്ള മാരക വസ്തുക്കൾ വിൽക്കുന്ന മാഫിയ വരെ തിരിച്ചറിയുക, അവർക്കെതിരെ നമ്മൾ പോരാടുക, നിയമ പോരാട്ടം നടത്തുക. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ സമൂഹം മാറിയേ പറ്റൂ. നമ്മുടെ യുവതിവാക്കൾ ഇങ്ങനെയുള്ള കെണിയിൽപ്പെടുമ്പോൾ അതിനെ കൃത്യമായി അവർക്ക് അതിനുള്ള ബോധനം നൽകണം. ഈ MDMA, കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ സ്വന്തം കുടുംബം നഷ്ടപ്പെടുകയും നമുക്ക് മാനഹാനി ലഭിക്കുകയും അതുപോലെ തന്നെ ശരീരം നഷ്ടപ്പെടുകയും എന്നൊക്കെ അവരെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പലരും ഇപ്പോൾ മാറിയിട്ടുണ്ട്. MDMA ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച 9ാം ക്ലാസ്സുകാരിയും അതുപോലെ തന്നെ ഒരു യുവാവൊക്കെ തിരിച്ചറിവ് ലഭിച്ചുകൊണ്ട് അവർ സ്വയം മാറി അതിൽ പെടരുത് എന്നുള്ള ബാക്കിയുള്ള സുഹൃത്തുക്കളോട് പറയുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നു. അതൊരു വിപത്താണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ MDMA എന്നുള്ള ഡ്രഗ് ലിസ്റ്റിൽ അവസാന 18ാം സ്ഥാനമുള്ള ഒരു ഡ്രഗ് ലിസ്റ്റിൽപ്പെട്ട ഒരു സാധനമാണ്. അതിൽ പല പ്രശ്നങ്ങളും, അത് സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളുണ്ടായി അവർ അത് കിട്ടാത്തതാകുമ്പോൾ വയലന്റായി അവർ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മൾ മാറിയേ പറ്റൂ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അമിതമായ ഉപയോഗം, മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കുന്നു. അതിൽ നമ്മുടെ കുട്ടികൾ ആരോടാണ് സൗഹൃദമുള്ളത്, അവർ ആരുമായാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി നമ്മൾ കുട്ടികളോട് സംസാരിച്ച്, അധ്യാപകർ സംസാരിച്ച്, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പറഞ്ഞു മനസ്സിലാക്കി അവരെ അതിനെ ബോധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ശരിയാക്കി നല്ല ദിശയിൽ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഇന്നത്തെ അഭ്യർത്ഥന. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.